എൻ്റെ പേര് പ്രൊഫസർ തോമസ് വി പുളിക്കൻ. ഞാനിപ്പോൾ അമ്പലപ്പുഴ ഗവൺമെൻറ് കോളേജിൽ രാഷ്ട്രതന്ത്ര വിഭാഗത്തെ അധ്യാപകനായി ജോലി ചെയ്യുകയാണ്. ഞാൻ എറണാകുളം മഹാരാജാസ് കോളേജിലും എറണാകുളം ലോ കോളേജിലും ചാലക്കുടി ഗവൺമെൻറ് കോളേജിലും ഒക്കെ പഠിപ്പിച്ചിരുന്ന ഒരാളാണ്. ഞാൻ ഒരു കവിയാണ്, വിമർശകനാണ്, പ്രഭാഷകനാണ്. വർഷങ്ങളായിട്ട് ഞാൻ കടുത്ത ശ്വാസം മുട്ടലും ബ്രോങ്കൈറ്റിസുമായി വിഷമിക്കുകയായിരുന്നു. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ, കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ, എറണാകുളത്ത് മെഡിക്കൽ ട്രസ്റ്റിലെ ഡോക്ടർ, അങ്ങനെ പോകാത്ത സ്ഥലങ്ങളില്ല. അങ്ങനെ ഇംഗ്ലീഷ് മരുന്നുകൾ, ഹോമിയോ, ആയുർവേദം ഒക്കെ മാറി മാറി പരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കഴിഞ്ഞ ഒരു 4-5 മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത്, പ്രിയപ്പെട്ട നമ്മുടെ യുവ കവി കൂടിയായ ശ്രീ ചേർത്തല ഹരിലാലിനെ കാണാനിടയായി. അദ്ദേഹത്തെ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം എൻ്റെ അസുഖങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, മാഷെ, എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹം വർഷങ്ങളോളം തമിഴ്നാട്ടിൽ ഒരു പാരമ്പര്യ വൈദ്യൻ്റെ ശിഷ്യനായി കഴിയുകയായിരുന്നു, അദ്ദേഹത്തിൻ്റെ പേര് ജോസ് കുഞ്ഞ് വൈദ്യരെന്നാണെന്നൊക്കെ പറഞ്ഞു. എനിക്കത് പറഞ്ഞു, ഇവിടെ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചിട്ട് മാറാത്ത കാര്യങ്ങൾ ഇനിയിപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെയും കോട്ടയം മെഡിക്കൽ കോളേജിൽ MD ഡോക്ടർമാർ, ഒത്തിരി പ്രാക്ടീസ് ചെയ്ത ഡോക്ടർമാർ ചികിത്സിച്ചിട്ട് മാറാത്ത ഇയാൾ മാറ്റി പോകുന്നൊരു പുച്ഛമായിരുന്നു എനിക്ക്. നമുക്കെല്ലാവരും അങ്ങനെയാണല്ലോ, നമ്മൾ ഡിഗ്രി ഉള്ളവർ മാത്രമല്ലേ അംഗീകരിക്കും. പക്ഷെ നമ്മുടെ മണ്ണിൽ, നമ്മുടെ നാട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന പ്രതിഭകളെയോ ഒന്നും നമ്മൾ അംഗീകരിക്കില്ലല്ലോ. അങ്ങനെ ഇരിക്കെ എനിക്കിങ്ങനെ അസുഖം കൂടുമ്പോഴത്തേക്ക് ഇങ്ങനെ ചുമച്ച് രക്തം വരും, ചുമച്ച് വലത്തെ ശ്വാസകോശം ദുർബലമായിട്ട് അത് പൊട്ടി ബ്ലഡ് വരുന്ന പതിവുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ എക്സ്റേ ആശുപത്രിയിൽ എല്ലാ വർഷവും ഒരു എക്സ്റേ ആശുപത്രിയിൽ 2 പ്രാവശ്യം, ഒരു വർഷത്തിൽ 2 പ്രാവശ്യം കിടക്കും. അപ്പോൾ ഒന്നെങ്കിൽ തണുപ്പിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ജനിച്ച മാസത്തിൽ എക്സ്റേയിലൊരു ബെഡ് എനിക്കുള്ളതാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഇദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ചികിത്സ തുടങ്ങിയോടുകൂടി വളരെ ഈ വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കുന്നു, അത്ഭുതം എന്ന വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കുകയാണ്. ഇതൊരു കള്ളത്തരമോ ഒരു ജാടയോ ഒരു പരസ്യത്തിന് വേണ്ടി എൻ്റെ അനുഭവ സാക്ഷ്യമാണ്, എൻ്റെ ഹൃദയം തൊട്ടുള്ള സത്യവും ആയിട്ടുള്ള സാക്ഷ്യമാണ്. സാധാരണ ചുമ വന്നാലുള്ള അത് ഇൻഫെക്ഷനായി ബ്ലഡ് വരിക എന്നുള്ളതാണ്, ചോര ഇങ്ങനെ തുപ്പി വരിക എന്നുള്ളതാണ്, കട്ടച്ചോര. എന്നെ പരിചയമില്ലാത്തവർ കണ്ടാലും അവർ ഞെട്ടിപ്പോയി എന്നെ എടുത്ത് ആംബുലൻസിൽ ഡോക്ടറെടുത്ത് കൊണ്ടുപോയി പേടിച്ചു പോകും. കോളേജിലൊക്കെ പിള്ളേർ ചിലപ്പോൾ പേടിച്ചു പോകാറുണ്ട്. പക്ഷേ 15 ദിവസം ഏപ്രിൽ മാസത്തിൽ ചുമ വന്നിട്ട് പനിയും അസുഖമൊക്കെ വന്നു, പക്ഷേ ഒരു തുള്ളി ബ്ലഡ് വന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ. ഞാൻ ആത്മാർത്ഥമായി പറയുന്നു, ശ്രീ ജോസ് കുഞ്ഞിൻ്റെ ചികിത്സയുടെ ഫലം തന്നെയാണ്, മറ്റൊന്നുമല്ല. വേറെ ഒരു മാജിക്കോ മന്ത്രമോ ഒന്നുമല്ല, വേറെ ഒരു മരുന്ന് ഞാൻ കഴിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മരുന്ന് കഴിച്ച് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നം ഞാൻ അലട്ടുന്നില്ല. എനിക്ക് ഒരു ശില്പഭദ്രമായ കുടുംബവും എല്ലാം ഉണ്ട്. ചേർത്തല നഗരത്തിലെ ഒത്തിരി ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം ഉണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ശിഷ്യഗണങ്ങളും സമ്പത്തുമുണ്ട്. ഒരു പാരമ്പര്യ ചികിത്സകൻ, ഇത്രയ്ക്ക് പ്രതിപാദനനായ ഒരു പാരമ്പര്യ ചികിത്സകൻ നമ്മുടെ ഈ ചേർത്തലയിൽ ഉണ്ടായിട്ട് കൂടെ നമ്മളത് അറിയുന്നില്ല എന്നുള്ളത് വളരെ നമ്മൾ അറിയുന്നില്ല എന്നുള്ളത് സങ്കടകരമാണ്. അപ്പോൾ ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ, ഞാൻ അനുഭവിച്ചു തീർത്ത കാലത്തിൻ്റെയും ജീവിതാനുഭവങ്ങളുടെയും വെളിച്ചത്തിൽ ഈ ശ്രീ ജോസ് കുഞ്ഞ് വൈദ്യനെ ആത്മാർത്ഥമായി അംഗീകരിക്കുകയും കേരളീയ സമൂഹത്തിൽ ഒരു പാരമ്പര്യ ചികിത്സകൻ എന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യുകയാണ്. നിങ്ങളുടെ മുൻവിധികൾ മാറ്റിവെച്ചിട്ട് ഈ പാരമ്പര്യ ചികിത്സകനെ തേടിയെത്തുകയും നിങ്ങളുടെ മാറാരോഗങ്ങൾക്ക് ഞാൻ അനുഭവിച്ച പോലുള്ള ഈ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് ഒരു വഴി തുറന്നു കിട്ടുകയും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായി ഞാൻ അദ്ദേഹത്തെ കേരളീയ സമൂഹത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ്. നന്ദി, നമസ്കാരം.